ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. രാത്രിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം അടിപൊളി വൈബല്ലേ രാത്രിയിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾ ആദ്യമായിട്ടാണ് കേട്ടോ രാത്രിയിൽ പോകുന്നത്. അത് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്, നമ്മുടെ സ്വന്തം KSRTCക്ക്. അങ്ങനെ പോയി എന്താ പറയുക, രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ വെക്കേഷനൊക്കെ തീർന്നുകൊണ്ട് നല്ല ട്രാഫിക് ജാം ആയിരുന്നു കേട്ടോ. അപ്പം തന്നെ വണ്ടിയിലിരിക്കുമ്പോഴത്തേനും നല്ല ആവിയൊക്കെ എടുത്ത് ഭയങ്കര ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഒരു കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ട്രാഫിക് ജാമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി സ്മൂത്തായിട്ട് വണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ആമിക്കും പഠിക്കും സന്തോഷമായി. അവർ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കാണുന്നത് നമ്മുടെ മലയാറ്റൂർ മലയാണ് കേട്ടോ. പിന്നെ അതേ റോഡിൽ നിറച്ചും വണ്ടികളുണ്ടായിരുന്നു. നമ്മുടെ ടൂറിസ്റ്റ് ബസ് നല്ല ആട്ടവും പാട്ടൊക്കെ ആയിട്ട് കേട്ടോ, അടിപൊളിയായിരുന്നേ. അപ്പോൾ രാത്രിയിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചെന്നത്. അവിടെ ചെന്ന് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. രാവിലെ ആയപ്പോഴത്തേനും നമ്മൾ ഈ വെക്കേഷനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇച്ചിരി വൈകി എണീക്കില്ലേ, അതുപോലെ വൈകിയാണ് കേട്ടോ എണീറ്റത്. നേരെ ഞങ്ങൾ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കളയിൽ ചെന്നപ്പോൾ ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ നോക്കി നിന്ന് സഹായിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി. പുറത്തേക്ക് ചേച്ചി ഇങ്ങനെ കോഴി നമ്മൾ മുട്ട വിരിയിക്കില്ലേ, അങ്ങനെ വിരിയിച്ചിട്ടുണ്ടായിരുന്നു. ആമി അമ്പാടിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ അതേ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ അവിടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേനും പാത്തകളുണ്ടായിരുന്നു. പാത്തയാന്ന് തോന്നുന്നു, താറാവല്ല പാത്തയാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്ക് 2-3 പട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും. അപ്പോൾ രാവിലെ പുട്ടും കടലയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുട്ടും കടലയൊക്കെ കഴിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു മരം കണ്ടു കേട്ടോ. ഈ ഒരു മരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്നറിയോ? അപ്പോൾ നിറച്ച് പൂവുണ്ടായിരുന്നു, നല്ല മുട്ടുകളൊക്കെ വന്നിട്ട് നല്ല മണമുള്ളൊരു പൂവായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഒന്ന് എന്താ പറയുക, ഗാർഡനിൽ കൂടെ ഒന്ന് ഉലാത്തി കേട്ടോ. അങ്ങനെ ഉലാത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പോയി. ഇതാണ് കേട്ടോ വീട്. ആമിക്കും മടിക്കും നിറയെ പൂക്കളൊക്കെ പറക്കലായിരുന്നു കേട്ടോ പണി. ആ പൂക്കൾ ഇങ്ങനെ നിറച്ചും വാരി എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കിപ്പറക്കിയൊക്കെ ഇങ്ങനെ നിരത്തിയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ക്ലോക്കാണ് കേട്ടോ. ഇത് നമ്മുടെ കൃഷ്ണൻ. ഈ വീടിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ചാരുകസേര. ഇതൊക്കെ പഴയ മോഡൽ പാത്രങ്ങളും നല്ല പെയിൻറ്റിങ്ങും ഒക്കെ ഉള്ളൊരു, നമുക്കിങ്ങനെ കാണാനും ഇരിക്കാനും ഒക്കെ തോന്നുന്നൊരു വൈബുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ അതേ നിറയെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആനക്കുട്ടനുണ്ട്, മയിലുണ്ട്. ഈ ഗ്രാമഫോൺ നമ്മൾ വാങ്ങിച്ചെടുത്താണ് കേട്ടോ. നമ്മുടെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ? ഇത് പാടും കേട്ടോ. പക്ഷേ എനിക്ക് പാടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആമിയം പാടിയും ബ്രഷ് ചെയ്യാനായിട്ട് മുമ്പശത്തോടെ ഇങ്ങനെ ഓടി നടക്കണം. ഞാൻ അവിടെ നിന്ന് ഓടിച്ചു കേട്ടോ. പുറകുവശത്ത് പോയി പല്ലേക്ക് കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആമിയം പാടി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു പാലയാണ് കേട്ടോ. അവരുടെ മുറ്റത്തൊരു പാലയുണ്ട്. മണി പ്ലാന്റ് ഇങ്ങനെ കയറി കിടക്കണ ഒരു പാല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ജൂലി നല്ല പേര് ഞാൻ അങ്ങ് വിട്ടുപോയി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ ആമിക്കമ്മയ്ക്കും ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ അമ്പാടി അടുക്കുന്നില്ലായിരുന്നു കേട്ടോ. അമ്പാടിക്ക് നല്ല പേടിയാണ്. ആമി ഇതേ അവിടെ കിടന്ന് പട്ടിക്കുട്ടീനെയും മറ്റേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ കോഴിക്കുഞ്ഞ് കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതേ ഒരു നൊസ്റ്റാൾജിയ ഒരു മൂഡായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതവിടുത്തെ കുട്ടിയാണ് കേട്ടോ, ഞങ്ങളുടെ അച്ചു. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വയറ് നിറച്ച് ഫുള്ള് ഞങ്ങൾ ബിരിയാണി അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോഴത്തേനും നടന്നെത്തിയത് നമ്മുടെ ചിറയിലാണ് കേട്ടോ. ഇതൊരു വല്യാട്ടുംചിറ എന്ന് പറഞ്ഞ അവിടെ ഒരു എന്താ പറയുക, ന്യൂ ഇയറിന് ഒരു ആഘോഷമുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ വല്യാട്ടുംചിറ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന് ചുറ്റും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അടിപൊളി വൈബായിരുന്നു. അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി നല്ല ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. വല്യാട്ടുംചിറ കാർണിവൽ അതാണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഊഞ്ഞാലുകളും കസേരകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നവരുണ്ട്, പിന്നെ ഡാൻസ് കണ്ടില്ല, പാടുന്നവരുണ്ട്. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിലും അവിടെ ഒരു നറുക്കെടുപ്പ് നടക്കും. എന്താ വെച്ചാൽ നമ്മൾ പേര് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിൽ നമുക്ക് സമ്മാനം ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഒന്ന് കറങ്ങി വന്നിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിൽ നമുക്ക് ഇരുന്ന് കാണാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ കഴിക്കാൻ അവിടെ ഒത്തിരിയും പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഒത്തിരിയും തിരക്കും ഇല്ല, പക്ഷേ അവർക്ക്
അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചങ്ങാടമാണ് കേട്ടോ. ആ ചങ്ങാടം ഇപ്പോൾ എന്തോ ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ പണി എന്തോ നടക്കായതുകൊണ്ട് അതിൽ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഈ കൂട്ടുകാരൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ആമിയമ്പാടി അതിൻ്റെ ഫ്ലെക്സിൽ കണ്ടപ്പോഴത്തേന് ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ. മൊത്തം ഡെക്കറേഷനായിരുന്നു, അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളും, നിറച്ച് നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പണ്ടേ നമ്മൾ അങ്ങനെ ഒരു വൈബായതുകൊണ്ട് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ഷോ ഓഫ് എന്താണെന്ന് വെച്ചാൽ അത് പട്ടി ഷോ എന്ന് പറയാം. അതെന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ട്രയലാണ് കേട്ടോ, ഞങ്ങളെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എന്തോരം വീഡിയോസ് എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. അത് വേറെ കാര്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാനുള്ള ഒരു ത്വരയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇവിടെ ഇരുന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണൂല ഇത് എന്തുകൊണ്ട് എടുക്കണേന്ന്. അപ്പോൾ പുതിയതായിട്ടൊരു സാധനം കിട്ടി. കുട്ടിയുടെ ഒരു മുഖഭാഗമില്ലേ എനിക്ക് അഹംഭാവമല്ല മുഖഭാവം. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് മറ്റേ സമ്മാനത്തിൻ്റെ കാര്യം. അപ്പോൾ ആമി അമ്പാടിയും പേരെഴുതിയിട്ടില്ല. ആമിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർമ്മലിൻ്റെ നമ്മുടെ 1 കിലോയുടെ അരിയായിരുന്നു കേട്ടോ. പിന്നെ ദേ എൻ്റെ ഷോയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കുഞ്ഞിന് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. അതേ സ്ലോ മോഷനിൽ എന്നെ കാണിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ. അപ്പം ഞങ്ങളിതേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ആമി അമ്പാടിയോടെ ഒരു സ്ലോഗൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പേരൊക്കെ ചോദിക്കുവാണ് കേട്ടോ. പേരെന്താണ്, അവരങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടന് അവിടെ ഈ പരിപാടിയുടെ ഒരു സംഘാടകനായിരുന്നു കേട്ടോ. അത് പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അവരെ പരിചയപ്പെട്ടൊന്നുമില്ല കേട്ടോ. അടുത്ത കൊല്ലം പോകുമ്പോൾ ഉറപ്പായിട്ടും പരിചയപ്പെടും. അപ്പോൾ അങ്ങനെ അവരെ ഒന്ന് ആമിക്കും പഠിക്കും പിന്നെ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ.